ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് വളരെയധികം സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ബൺ റെസിപ്പിയാണ് കേട്ടോ. അതായത് ബൺ വെച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് സാധാരണ ഒരു നോർമൽ ബണ്ണായിട്ടല്ലേ തോന്നുള്ളൂ. പക്ഷേ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ ഇതുപോലെയാണ് ഇരിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് സർപ്രൈസിങ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണെന്ന് പറഞ്ഞത്. ബൺ നിറച്ചത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു പാനിലേക്ക്. എന്നിട്ട് അതിലേക്കൊരു 2 വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 2 സവാളയായിട്ടും എടുത്തിട്ടുള്ളത്, മീഡിയം സൈസിൻ്റെ 2 സവാള. അതിനുശേഷം അതിലേക്ക് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ അതേപോലെ തന്നെ കുറച്ച് കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക്, ഒരു 2 പച്ചമുളകിന് ചെറുതായിട്ട് അരിഞ്ഞതും, ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വാടിയിട്ട് വരുന്നത് വരെ നമ്മൾ വഴറ്റണം കേട്ടോ. ഉള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി, അതേപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടത് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. അപ്പോൾ ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ, ആ കാര്യം മറക്കരുത്. ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഒരുപാട് പൊടികൾ ചേർത്തിട്ടുള്ളൊരു മസാലയൊന്നും അല്ല കേട്ടോ, സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ ഇതിവിടെ റെഡിയായി. നമുക്കിനി ഇതിനെവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ബണ്ണാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബണ്ണ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ബണ്ണിന് നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ബാക്ക് സൈഡില്ലേ, ബാക്ക് സൈഡിൽ നിന്ന് നമ്മളൊരു സ്ക്വയർ ഷേപ്പിലൊരു ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് പതുക്കെ ചെയ്താൽ മതി, ബണ്ണ് പൊട്ടി പോകരുത് കേട്ടോ. വലിയ റിസ്ക് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ കിട്ടും. എന്നാലും തിരക്കിട്ട് ചെയ്യുമ്പോൾ ബണ്ണ് പൊട്ടി പോകാതെ നോക്കണം. അപ്പോൾ ഏത് ഷേപ്പിലുള്ള ബണ്ണ് വേണമെങ്കിലും എടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ തീരെ ചെറിയ ബണ്ണ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. അത് ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ ബർഗറൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ബണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ കൈ വെച്ചിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പ് ഭാഗം നമ്മളിങ്ങനെ അങ്ങ് എടുക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി വെക്കാം, അതിന് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗമല്ലേ, അത് നമുക്ക് നമ്മുടെ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പതുക്കെ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് എടുക്കാം. കാരണം അവിടെയാണ് നമുക്ക് ഈ ഫില്ലിങ്സ് വെക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കണം. എന്താ കണ്ടോ, ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ പതുക്കെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ എടുക്കുമ്പോഴും ബണ്ണ് പൊട്ടിപ്പോവാതെ പതുക്കെ എടുത്താൽ മതി കേട്ടോ. ഇനി ഇപ്പോൾ ഈ സംഭവങ്ങൾ ഈ സാധനം നമുക്കിത് തിരിച്ച് അടക്കാൻ വേണ്ടിയിട്ട് വേണം. ബാക്കിയുള്ള പൊടിയില്ലേ, ഈ ബണ്ണ് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത പൊടി, അതും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, വേസ്റ്റ് ആവുമൊന്നുമില്ല, അതും നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മയണൈസ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ മയണൈസോ ഗാർലിക് പേസ്റ്റോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റിൽ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് അങ്ങനെ മയണൈസോ ഗാർലിക് പേസ്റ്റോ ഏതെങ്കിലും ഒരു സോസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ ഉള്ളിയുടെ ആ ഒരു മസാല, ആ മസാല നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ആ വിരൽ വെച്ചിട്ട് എടുത്തതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഉണ്ടാവും കേട്ടോ. ഈ മസാലയൊക്കെ നല്ലോണം അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് തന്നെ ഫില്ല് ചെയ്യാം. കുറച്ച് മസാല വേണം കേട്ടോ, എനിക്ക് എന്നാലാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ, നല്ല എരിവൊക്കെ ഉണ്ടാകുമ്പോൾ. പിന്നെ നമുക്കിതിലേക്ക് മുട്ട വേണം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ പകുതി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിലൊരു ഹാഫ് പോർഷൻ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് മസാലയും കൂടെ നിറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മസാല നിറക്കാൻ എപ്പോഴും ചെറിയ സ്പൂൺ എടുക്കുക കേട്ടോ, കാരണം വലിയ സ്പൂണൊക്കെ ആണെങ്കിൽ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. മസാല പിന്നെ നിറക്കുമ്പോൾ ഒരുപാട് അങ്ങ് കുത്തി നിറച്ച് നിറക്കണം എന്നില്ല കേട്ടോ, കാരണം നമുക്കിതിന് ഫില്ല് ചെയ്യാൻ മീൻസ് കവർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ മുകളിലേക്ക് ഒരുപാട് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണ്ട, അതിൻ്റെ ഒപ്പം തന്നെ മതി കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ. അപ്പോൾ നമുക്കിനി എല്ലാ ബണ്ണിനെയും ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ 3 ബണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ മസാല വെച്ചിട്ട് ഈ സൈസിലുള്ളൊരു 3 ബണ്ണിനാണ് ഉണ്ടാവുക. അപ്പോൾ മസാല തീർന്നു, കറക്റ്റാണ് ഈ 3 ബണ്ണിന് കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെല്ലാം കവർ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിനുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം എടുത്തിട്ടുള്ള ഒരു പൊടിയാണ്.
ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പൊടിയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മതി. ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ചേർത്താൽ മതിയിട്ട്, അതിൽ കൂടുതൽ ചേർക്കരുത്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കുറച്ച് വെള്ളം തന്നെ മതിയാവും. എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ മാത്രം പിന്നെ ചേർത്താൽ മതി, ആദ്യം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മൈദയുടെ പോലെ ആവും. ആ വെള്ളം ചേർത്ത് നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് ശരിക്കും മൈദയുടെ പോലെ ആവും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ബണ്ണിനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ബണ്ണിൻ്റെ ബാക്ക് സൈഡ് കവർ ചെയ്യണം. അപ്പോൾ ഈ ഒരേ ബണ്ണിന്ന് കട്ട് ചെയ്ത് അതേ പീസ് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് കട്ടി ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് എടുത്തപ്പോൾ. അതൊന്നും നമുക്കിതുപോലെ ഒന്ന് കട്ടി കുറക്കാം കേട്ടോ. കാരണം നമ്മൾ ഉള്ളിൽ ഈ മുട്ടയ്ക്ക് വെച്ചതുകൊണ്ട് തന്നെ അതും കൂടെ ഉണ്ടായാൽ ഭയങ്കര തിക്നെസ് ആയി പോകും. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് പതുക്കെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കറക്റ്റായിട്ട് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചില്ലേ, മൈദയുടെ കൂട്ട് പോലത്തെ എന്ന് പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് അടച്ചിട്ട്, അതായത് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് എടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടും കേട്ടോ. ഇത് ആ വെള്ളം നനച്ചത് ഒരു മൈദേൻ്റെ അതേപോലെ തന്നെ ആയിട്ടുണ്ടാകും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒട്ടിയിട്ട് കിട്ടും. ഇതൊക്കെ കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇതിനി ഫൈനൽ ലുക്കിൽ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് മസാല കയറിയും തീരും മനസ്സിലാവുകയില്ല കേട്ടോ. അങ്ങനെ ആയിട്ട് വരും. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഈ 3 ബണ്ണിനെയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ പീസ് വെച്ച് നമ്മൾ ഒട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ മുട്ടേനെ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ വെക്കാം. ആ പാനിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത്. കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിലൊന്ന് ചൂടായി വന്ന ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയല്ലേ, ആ മുട്ട എടുക്കാം. എന്നിട്ട് ഈ ബണ്ണിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ പൊട്ടിച്ചു കൊടുത്ത ഭാഗം, അതൊന്ന് ഈ മുട്ടയിലൊന്ന് മുക്കുക. എന്നിട്ട് നമുക്കതിന് നേരെ ഈ ഒരു പാനിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മൾ ആ ഒട്ടിച്ച ഭാഗത്തത്തെ ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ മുട്ട വെച്ച് കവർ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ഇതേപോലെ ചെയ്യാം. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ, കുറച്ച് സമയം മതിയാവും. ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി, ഫ്ലെയിം കൂട്ടി വെക്കൊന്നും വേണ്ട കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് അവിടെ മാത്രമേ ഉള്ളൂ, ആ ബാക്ക് ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ആ ഒട്ടിച്ച ഭാഗത്ത് ഒരു നല്ലൊരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബാക്ക് സൈഡ് മാത്രം ചെയ്യാൻ കാരണം എൻ്റെ ഈ ബണ്ണിൻ്റെ മുകളിൽ ഈ വൈറ്റ് കളർ എള്ളുണ്ട ഒരു ടൈപ്പ് ബണ്ണാണ്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ കംപ്ലീറ്റ് മുക്കിയിട്ട് ചെയ്താൽ ഇതിനെ തിരിച്ചിടുമ്പോൾ ആ എള്ള് കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ എള്ളില്ലാത്ത ടൈപ്പ് ബണ്ണാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബണ്ണിന് കംപ്ലീറ്റ് ഈ മുട്ടയിൽ കോട്ട് ചെയ്തിട്ട് 2 സൈഡും തിരിച്ചിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, നമ്മളതിന് ഫ്രൈ ചെയ്തിട്ട് എടുത്തപ്പോൾ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിത് ഫില്ല് ചെയ്ത് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ചൂടോടെ തന്നെ ഇതിനെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ഡിന്നറിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കട്ടെ. അവർക്കൊക്കെ ഇതിങ്ങനെ കടിക്കുമ്പോൾ ഉള്ളിൽ ആ മുട്ടയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സർപ്രൈസ് ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.